പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരു മാപ്പ് പറയലുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മാപ്പ് മറ്റൊന്നുമല്ല, നിങ്ങൾ ഒരൊറ്റ കാര്യം ഈ കമൻറ്റിലൂടെ പറയണം. വേറെ ഒന്നുമില്ല, നമ്മൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി തരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതോ നമ്മൾ പഠിപ്പിച്ചത് തന്നെ എക്സാം ഹാളിൽ നിന്ന് എക്സാം പേപ്പറിൽ കാണുമ്പോൾ അത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വൃത്തിയായിട്ട് പഠിപ്പിച്ചത് കൊണ്ടാണോ? എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഇനി അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയതായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങളോട് മാപ്പ് പറയാണ്. നിങ്ങളോട്, വേറെ ആരോട് നമുക്കിത് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നിങ്ങളോട് മാപ്പ് പറയാണ്. ഒരിക്കൽ പോലും മക്കളെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങളുടെ കഴിവുകൾ നമ്മൾ മുരടിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അത് വെറുതെ ആരെങ്കിലുമൊക്കെ അങ്ങനെ പറയും, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രെഡിക്റ്റ് ചെയ്തെന്ന് കുട്ടികളുടെ പഠന നിലവാരം നമ്മളെ ചുരുക്കി കൊണ്ടുവരാണ്. ഒരിക്കലുമില്ല മക്കളെ. നമ്മളൊരു ടോപ്പിക്ക് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ആ ടോപ്പിക്കിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് തിരിച്ചും മറിച്ചും നമ്മൾ പറഞ്ഞു തന്നിട്ട് നിങ്ങളെ പ്രാപ്തരാക്കാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ അതാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ക്വസ്റ്റ്യൻസ് അതേപടി ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു തന്നിട്ട് അങ്ങനെ നമുക്ക് കിട്ടുന്നില്ല. ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് തന്നെ വരുമ്പോൾ ആരായാലും ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വരെ പറയാറുണ്ട്, അടുത്ത ഫ്രണ്ട്സ് വരെ പറയുന്നുണ്ട്, സാർ സത്യം പറഞ്ഞോ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടലില്ലെന്ന്. കാരണം പറഞ്ഞു പോകും. പക്ഷേ ഈ ഫീൽഡിൽ നിലനിൽക്കുന്ന ആളുകൾ തന്നെ, കാരണം ആർക്ക് വേണമെങ്കിലും ടെക്സ്റ്റ് നല്ല വൃത്തിയായിട്ട് പഠിച്ച് അതിൻ്റെ കണ്ടൻറ്റുകൾ പറഞ്ഞ് ഞാൻ മനസ്സിലാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നിങ്ങളോട് മാപ്പ് പറയാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വരുന്നത്. ഒന്നല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്താലോന്ന് വരെ വിചാരിക്കുകയാണ്. ഇനി ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, ഇനി ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ പറയാമെന്നുള്ള ഉദ്ദേശത്തിൽ. മക്കളെ, ഇന്നത്തെ ലൈവിൽ നമ്മൾ നോക്കും. ഇന്നത്തെ ലൈവ് എന്ന് പറഞ്ഞാൽ കൃത്യം 7 മണിക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ലൈവിൽ നമ്മൾ നോക്കാൻ പോകണം, അതായത് നമ്മുടെ കുട്ടികൾ ഇത് തന്നെ പിന്തുടർന്നാൽ മതി, അല്ലെങ്കിൽ ഇത് തന്നെ മതി സാർ, ഇങ്ങനെ തന്നെ മതി, അല്ലാതെ ആരെങ്കിലുമൊക്കെ പഠിപ്പിക്കുന്ന പോലെ ടെക്സ്റ്റ് ഫുള്ള് പഠിപ്പിക്കുന്ന രൂപത്തിൽ ഞങ്ങൾക്ക് എക്സാമിൻ്റെ തലേന്ന് വേണ്ട. ഇന്ന് നമ്മളൊരു ലൈവിൽ വരാം. ഇന്ന് ലൈവിൽ എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് നമ്മുടെ ഇംഗ്ലീഷും ബയോളജിയും മുൻജി സാറ്. കാരണം ഓഫ്ലൈനിലെ ഒരു കിങ് തന്നെ പറയാം. കാരണം മൂപ്പരുടെ ഒരു ലാംഗ്വേജ് സ്റ്റൈലാണ് രസം. ആരായാലും കേട്ടിരുന്നു. നമ്മൾ പറയുന്ന പോലെ ഒരു പ്രത്യേക ഒരു സ്ലാങ്ങാണ് അതിലൂടെ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നെയിം സാറ്, ഇംഗ്ലീഷിൻ്റെ കിങ്, അങ്ങനെ തന്നെ വിശേഷിപ്പിക്കും. ഇവർ രണ്ടാളും ലൈവിൽ വരുന്നുണ്ട്. മക്കളെ, നമ്മൾ ഈ പരിപാടി നിർത്തണോ വേണ്ടോ എന്നുള്ള ഇന്നത്തെ ലൈവിൽ നമ്മൾ തുടങ്ങി. ഇന്നും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, നാളത്തെ എക്സാമിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ തരാണ് നിങ്ങൾക്ക്. നാളത്തെ ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ നാളത്തെ എക്സാമിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ തരും. ഇന്നും മക്കൾ നമ്മുടെ കൂടെ നിൽക്കുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പരിപാടി നിർത്താം. നിങ്ങളും ആ പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ ആളുകളുടെ കൂടെ ആണെങ്കിൽ ഈ പരിപാടി നിർത്താം. അപ്പോൾ മക്കളെ മറക്കണ്ട, നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകണോ ഇല്ലയോ എന്നുള്ളത് ഇന്നത്തെ ലൈവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് കുട്ടികൾ പറയും, ഇന്നത്തെ ലൈക്കിൻ്റെതും വ്യൂ കൗണ്ട് നോക്കിയിട്ട് നമ്മൾക്ക് തോന്നാണ് കുട്ടികൾ നമ്മുടെ കൂടെ ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഈ പരിപാടി ഇന്നത്തോടു കൂടി നിർത്തിയിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ ടെക്സ്റ്റ് ബുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ അവസാനം വരെ പഠിപ്പിച്ച് തന്നിട്ട് നമ്മളെ പരിപാടി തീർത്തു. ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലയെന്ന് തന്നെ അങ്ങനെ ചോദ്യം തന്നെ വരില്ല. കാരണം അതേ ക്വസ്റ്റ്യൻസ് അല്ലല്ലോ വരുന്നത്. ഇപ്പോൾ മറ്റുള്ളവരൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് പറഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ എല്ലാം കൂടി പഠിപ്പിച്ചു കൊടുക്കും. പക്ഷേ എക്സാമിൻ്റെ തലേന്ന് നമ്മളെടുത്ത തീരുമാനം അങ്ങനെ ബൾക്കായിട്ട് പഠിപ്പിച്ചു കൊടുത്ത് കുട്ടിക്ക് കാര്യം ഉണ്ടാവില്ല. വരുന്ന എക്സാമിൻ്റെ തലേന്ന് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണേ. അല്ലാതെ നമ്മൾ 1 ഷോട്ട് ലൈവുകളും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ലൈവ് എന്ന് പറഞ്ഞാൽ ഒരു ക്രൂഷ്യൽ ലൈവ് തന്നെയാണ്. ഇതൊരു മാപ്പ് പറച്ചിലെ ലൈവ് കൂടിയാണ്. ഒരു പക്ഷേ ഈ ലൈവോട് കൂടി നമ്മളുടെ ഈ പരിപാടികൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. അത് സ്റ്റോപ്പ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. താങ്ക് യു.